ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പെൻഡാസിൻ്റെ പുതിയ പ്ലാന്റ്സിനെ എങ്ങനെ വളർത്തിയെടുക്കാമെന്നാണ് ഈ വീഡിയോസിൽ പറയുന്നത്. പിന്നെ പുതിയ തൈകൾ തന്നെ മുളച്ചിട്ടുണ്ടാകാറുണ്ട്, പക്ഷെ അതെങ്ങനെ എന്ന് നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. പക്ഷേ സീഡ് ഇതിന് ഉണങ്ങിക്കഴിഞ്ഞാൽ പ്രൂൺ ചെയ്യാതെ നിർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ മുളച്ച് വന്നതാണ് റോസിൻ്റെ ഇടയിൽ ഇങ്ങനൊരു പെൻഡാസിൻ്റെ തൈ. ഞാൻ ആദ്യമൊക്കെ ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെയാണ് ഞാനിങ്ങനെ തൈ ഉണ്ടാകുമ്പോൾ പൂക്കൾ വിരിയുമ്പോഴാണ് പുതിയ കളറുകളായിട്ട് എനിക്ക് കിട്ടുന്നത്. അപ്പോഴാണ് ഇത് സീഡിൽ നിന്ന് അങ്ങനെ ഉണ്ടാകുന്നതാണെന്ന് മനസ്സിലായത്. അങ്ങനെ എൻ്റെ അടുത്ത് ആകെ 4 കളറേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ തന്നെ മുളച്ച് നിൽക്കുന്ന തൈകളൊക്കെ ഞാൻ പറിച്ചു വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ കളറുകളായി എനിക്ക് കിട്ടുന്നുണ്ട്. അതിലൊന്ന് ഡാർക്ക് പിങ്ക്, ലൈറ്റ് കളേഴ്സാണ് കിട്ടാറ്. എൻ്റെ അടുത്ത് ഡാർക്ക് കളറുകളാണ് ഉണ്ടായിരുന്നത്. ലൈറ്റ് കളറുകളാണ് എനിക്ക് കിട്ടിയത്. വൈറ്റിൽ റെഡ് കളർന്ന കളറുകളാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സീഡിൽ നിന്ന് ഈ തൈയിൽ നിന്ന് ഉണ്ടായിരുന്ന ഫ്ലവറിന് പ്യുവർ വൈറ്റ് കളറായിരുന്നു. അതുപോലെ ലൈറ്റ് പിങ്ക്, അങ്ങനെ 4 കളർ ഉണ്ടായിരുന്നു. ഇപ്പോൾ 7 കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടായ സീഡിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ തൈകൾ മുളച്ച് വരുന്നതെന്ന് തോന്നുന്നു. ഇതിൻ്റെ ചോട്ടിലും കുറച്ച് അതിൻ്റെ അടുത്തുള്ള ചട്ടികളിലുമാണ് പുതിയ തൈകൾ ഉണ്ടായി വന്നിരിക്കുന്നത്. അങ്ങനെ നമുക്ക് പുതിയ കളർ ഉണ്ടാക്കാം. അങ്ങനത്തെ വരുന്ന തൈകളെ എല്ലാവരും മാറ്റി കുഴിച്ചിട്ടുള്ളൂ, പുതിയ കളറുകളും നമുക്ക് കിട്ടും. അങ്ങനെ ഇപ്പോൾ 7 കളറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സീഡുകൾ കളക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ സീഡ് പാകിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് തൈ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് അങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ കാറ്റിൽ നിന്നൊക്കെ ആവും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക. ഇതൊക്കെയാണ് അതിൻ്റെ കളേഴ്സ്. ഈ ഒരു കളറ് ഇങ്ങനെ വൈറ്റ്, അല്ല ഇതൊക്കെ എൻ്റെ അടുത്ത് മുമ്പുണ്ടായിരുന്ന കളറുകൾ. അതിൽ നിന്ന് വരുന്ന ഈ ലൈറ്റ് കളേഴ്സാണ് ഇപ്പോൾ കിട്ടിയ കളേഴ്സ്. അതിലൊന്നാണ് ഈ ഒരു കളറ്, ലൈറ്റ് കളർ അങ്ങനെ കിട്ടിയതാണ്. എൻ്റെ അടുത്ത് ഡാർക്ക് വയലറ്റ് ആയിരുന്നു, ഇത് ലൈറ്റ് വയലറ്റ്. ഡാർക്ക് പിങ്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ ലൈറ്റ് പിങ്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വൈറ്റും, അങ്ങനെയുള്ള കളേഴ്സ് ഇത് മുമ്പുണ്ടായിരുന്നു. ഈ കളറൊക്കെ ഇപ്പോൾ കിട്ടിയ കളറാണ്. അങ്ങനെ പുതിയ കളേഴ്സ് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, നമ്മുടെ അടുത്ത് ഇല്ലാത്ത കളറുകൾ കിട്ടുമ്പോൾ. പിന്നെ പ്രൂണിങ് ഇതിൻ്റെ ഒരു അത്യാവശ്യ ഘടകമാണ്. ഞാൻ കുറേ നാളായിട്ട് ഇതിനെ ശ്രദ്ധിക്കാതെ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മഴക്കാലം ഫുൾ അങ്ങനെ. പിന്നെ എപ്പോഴും പൂവുണ്ടാകുമ്പോൾ എനിക്കെന്ന് വെച്ചാൽ പ്രൂൺ ചെയ്യാൻ തോന്നാറുമില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാതും കാട് പിടിച്ച പോലെയായി. അപ്പം നമുക്കൊക്കെ ഒന്ന് പ്രൂൺ ചെയ്തിട്ട് വളം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ അടുത്ത് എത്ര കാലമായിട്ടുള്ള പെൻഡാസാണ്. പെൻഡാസ് നമ്മൾ വിട്ടു പോവില്ല. നമ്മൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ചെടികളിൽ ഒന്നാണ് പെൻഡാസ്. എപ്പോഴും ഫ്ലവറിങ്ങും, മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ ഫ്ലവറിങ്, ഏത് കാലത്തും ഫ്ലവറിങ്ങും ഉണ്ട്. പിന്നെ അത്ര കെയറിങ്ങും വേണ്ട. നമ്മളൊന്ന് പ്രൂൺ ചെയ്തിട്ട് വർഷത്തിലൊരിക്കലും നന്നായി വളവും ചേർത്ത് കൊടുത്താൽ മതി. നനയ്ക്കലും എപ്പോഴെങ്കിലും നനച്ചാൽ മതി. ഞാൻ ആഴ്ചയിൽ 2 തവണയൊക്കെ നനയ്ക്കാറുള്ളൂ. പിന്നെ ഇത് ഒരു 6-7 വർഷമായി ഈ പോട്ടിൽ തന്നെയാണ് എൻ്റെ പ്ലാന്റ് ഉള്ളത്. ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ വളം ചേർത്ത് കൊടുക്കും. നല്ല കാട് പിടിച്ച് കിടക്കുമ്പോൾ ഒന്ന് പ്രൂൺ ചെയ്യും, അതിന് ശേഷം ഒന്ന് വളം ചെയ്ത് കൊടുക്കും. പിന്നെ അങ്ങോട്ട് നോക്കാറേ ഇല്ല. പക്ഷേ എപ്പോഴും ഫ്ലവറിങ് ഉണ്ട്. നല്ല കട്ടായിട്ടുള്ള ഫ്ലവറിങ്ങും ആയിട്ടാണ് ഉണ്ടാവാറ്. പിന്നെ പ്രൂൺ ചെയ്യാൻ വൈകിട്ടാണ് ചെറിയ ചെറിയ ഫ്ലവറായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ നമുക്ക് പിന്നെ ഹൈറ്റിൽ പോവാതിരിക്കാൻ നമുക്ക് എപ്പോഴും നല്ല ഹാർഡ് പ്രൂണിങ് തന്നെയാണ് നല്ലത്. എപ്പോഴും ഹൈറ്റില്ലാതെ ഇങ്ങനെ പൂക്കൾ നിൽക്കുമ്പോഴല്ലേ നമുക്ക് കാണാനും ഭംഗി. നല്ല ഹൈറ്റിൽ പൂക്കളുള്ളതിനേക്കാൾ നല്ലത് ബുഷിയായിട്ട് നിന്നിട്ട് ഫ്ലവർ ഉണ്ടാവണതല്ലേ. ഇത് കുറച്ച് ഹൈറ്റ് വയ്ക്കുന്ന തരത്തിലുള്ള പെൻഡാസാണ്. മറ്റേത് ഇപ്പോൾ വരുന്നത് മിനി മോഡൽ പെൻഡാസുകൾ വരുന്നുണ്ടല്ലോ, ഇതങ്ങനെയല്ല. ഇത് അത്യാവശ്യം ഹൈറ്റ് വയ്ക്കുന്നതാണ്. ഞാൻ പ്രൂൺ ചെയ്തിട്ട് വല്ലാതെ ഹൈറ്റിൽ പോകാൻ അയക്കാറില്ല. പിന്നെ നമ്മളിതിന് ഒരു അസുഖം വരെ അങ്ങനെയൊന്നുമില്ല. ഇതിന് പെൻഡാസിന് നമ്മളൊരു അസുഖം കണ്ടിട്ടില്ല. കുറേ കാലമായി വന്ന് ചെറുതായൊരു മുരടിക്കൽ ഉണ്ടാവും. അതും കാര്യമായിട്ടില്ല. അപ്പം നമ്മളിത്തിരി ചാണകപ്പൊടി ഇട്ട്, അല്ലാതെ ഇതിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നല്ല വെയിലത്ത് തന്നെ വെക്കുകയും ചെയ്യാം. നല്ല എത്ര വെയിലും ഇതിന് താങ്ങും. അപ്പോൾ പിന്നെ നല്ല വെയിലത്ത് വാടുന്ന ദിവസങ്ങളിൽ മാത്രം നമ്മളൊന്ന് നനച്ച് കൊടുക്കുക, അത്രേ വേണ്ടൂ. അല്ലെങ്കിൽ ആഴ്ചയിൽ വാട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആഴ്ചയിൽ 2 ദിവസം തന്നെ നനച്ചാൽ മതി. എപ്പോഴും ഇങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്തിട്ട് അതിനെ ഇതിൽ നിർത്തുകയാണെങ്കിൽ ഫ്ലവറൊന്നും ഉണങ്ങി നിൽക്കാൻ അയക്കാറില്ല. അത് കാരണം ഞാനിത് സീഡ് കാണാത്തത്. ഇപ്പം ഞാൻ കുറേ കാലമായിട്ട് അതിനെ ശ്രദ്ധിക്കാതെ ഇപ്പോൾ അങ്ങനെ. നമ്മൾ കമ്പോസ്റ്റാണ് ചേർക്കുന്നത്. കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് ഇടണം. പിന്നെ ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടി അങ്ങനെ ഇളക്കി, നല്ല ചെടിയുടെ ചൂട് ഇളക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കരിയില നമ്മൾ കളയാതെ കൂട്ടിയിട്ട് വല്ല ചാക്കിലോ ഡ്രമ്മിലോ, ഞാൻ ഡ്രമ്മിലാണ് കരിയിലൊക്കെ വെക്കാറ്. അങ്ങനെ വെച്ചിട്ടുണ്ടാക്കിയതാണ്. അടി നല്ലവണ്ണം ഇളക്കിയിട്ട് വേണം നമ്മൾ പിന്നെ വളം ചേർക്കേണ്ടത്. കാരണം ഒരു വർഷമായിട്ട് അത് അടഞ്ഞ് കിടക്കുകയല്ലേ. പെട്ടെന്ന് മണ്ണിലേക്ക് വളങ്ങൾ ചേരണമെങ്കിൽ നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചെടിക്കത് വലിച്ചെടുക്കാനും കഴിയും.
കമ്പോസ്റ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ചെടി കൊണ്ട് മണ്ണ് അടഞ്ഞു കിടക്കില്ല, ഒന്ന് പിന്നെ ഇളകി മറിഞ്ഞ് കിടക്കുമ്പോൾ തന്നെ വേഗം ചെടിക്കത് വലിച്ചെടുക്കാൻ പറ്റും. ഒരു വർഷമായിട്ട് ഇങ്ങനെ ഇളക്കി തട്ടാതെ കിടക്കുന്ന മണ്ണല്ലേ, അപ്പോൾ നമ്മൾ ഇളക്കിയിട്ട് കമ്പോസ്റ്റ് ഇടുക. അതിനുശേഷം നമ്മൾ ചാണകപ്പൊടി ഇട്ട് വെച്ച് കൊടുക്കുക. കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുക ഒരു പ്രയാസമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ ഡ്രമ്മിലൊക്കെ ഇട്ട് വെച്ചാൽ മതി. ഡ്രമ്മിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടാവില്ലേ, അത് അതിൻ്റെ മുകളിലിടുക. ആ ഈർപ്പം കിട്ടുമ്പോൾ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവും. ഞാൻ ഒരു 5 മാസമൊക്കെ ആയിട്ടുണ്ടാവും കമ്പോസ്റ്റ് ആക്കാൻ വെച്ചിട്ട്. ഇപ്പോൾ നല്ല പൊടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കൂട്ടി ചേർത്തിട്ട് വെച്ചാൽ മണ്ണിന് വേഗം നല്ല ഫലപുഷ്ടി ഉണ്ടാവും ചെയ്യുമല്ലോ. അങ്ങനെ നല്ല ഇളക്കി കൊടുക്കണം. നല്ല ഹാർഡാകുമ്പോൾ വേഗം വലിച്ചെടുക്കാൻ നല്ലതല്ലേ. പെൻഡാസിൻ്റെ എത്ര കൊല്ലാണെങ്കിലും ആ ചട്ടിയിൽ തന്നെ നിന്ന് വളർന്നോളൂ. ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞില്ല എത്രയും വർഷമായിട്ടും പെൻഡാസ് അങ്ങനെ നിന്നുകൊണ്ടിരിക്കും. പെൻഡാസിന് അങ്ങനെ ഒരു കുഴപ്പമില്ല. ഫ്ലവറിങ് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മുട്ടിടാൻ പിന്നെയും ഫ്ലവറിങ് ആവുക, അങ്ങനെ നിന്നോളും. ഇങ്ങനെ ഈ വളങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചേർക്കുക, അത്രേ ചിലവുള്ളൂ. നമ്മളെ ഏത് കാലത്തും പൂക്കൾ കിട്ടും ചെയ്യും. അങ്ങനെ പിന്നെ കാടുകളൊക്കെ ഒന്ന് കാട് പിടിച്ച് കിടക്കുന്ന വെട്ടി വൃത്തിയാക്കിയാൽ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. ഇപ്പം തന്നെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി അതിന് വളം കൊടുത്തു. ഇനി അതിനെ അങ്ങനെ തന്നെ നിർത്തിയാൽ മതി. ഒരു വർഷം നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇനിയുള്ള വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു താല്പര്യം കിട്ടുള്ളൂ. സബ്സ്ക്രൈബർ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. വീഡിയോസ് ആളുകൾ കാണുന്നുണ്ട്, ആരും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.